ഹായ് ഒരുവൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹിൽ മലയാളൻ്റെ ആർട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിന് സപ്പോർട്ടിന് ഒരുപാട് നന്ദി. നമുക്ക് നോക്കാം ഇന്നത്തെ നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്, എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെ ബ്ലെസ്സിങ്സ് ആണ് വരുന്നതെന്ന് കൂടി നോക്കാം. Three of Cups, Hanged Man, Page of Wands, Knight of Swords, Ace of Wands. നമുക്ക് ഉറപ്പിൽ എന്താണെന്ന് തന്നെ നോക്കാം. ട്രിക്കറി ആണ് വന്നിട്ടുള്ളത്. പെർഫെക്ഷൻ. ബോട്ടം വന്നിട്ടുള്ളത് പ്രെയർ ആണ്. ഇതെനിക്ക് തോന്നുന്നു ഇന്നലത്തെ പോലത്തെ ഒരു എനർജി തന്നെയാണ് ഇതിനകത്തുള്ളത്. ആദ്യം കിട്ടിയിരിക്കുന്നത് 3 of Cupsൻ്റെ എനർജിയാണ്. അപ്പോൾ 3 of Cups എന്ന് പറയുന്നത് നിങ്ങളുടെ എനർജി ലെവലുമായിട്ട് കണക്ട് ചെയ്യുന്ന അങ്ങനത്തെ ആൾക്കാർ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ ശരിക്കും ചിലപ്പോൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ദൈവമായിട്ട് ഏതെങ്കിലും ആൾക്കാരെ നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. നിങ്ങൾക്കൊരു ഗൈഡൻസ് തരാനായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു സ്ട്രെങ്ത് ചോർന്നു പോയി എന്ന് തോന്നുന്ന സമയത്ത് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ കുറച്ച് ആൾക്കാർ നിങ്ങളുടെ തന്നെ ഒരു സോൾ ട്രൈബിലെ ആൾക്കാർ നിങ്ങളിലേക്ക് എത്തുന്നു എന്നാണ് കാണുന്നത്. ഇതിൽ ഒരു 3 സ്ത്രീകളുടെ എനർജിയാണുള്ളത് കേട്ടോ. അപ്പോൾ ഇതിൽ ഒരേപോലത്തെ എനർജിയാണ് വന്നിട്ടുള്ളത്. അതുപോലെ സ്ത്രീകളാണ്. അപ്പോൾ ഫെമിനൈൻ എനർജി വർക്കാകുന്ന ഒരു സമയമാണ്. പിന്നെ നിങ്ങളുടെ പാസ്റ്റിൽ ഡിവൈൻ ഫെമിനൈൻ ശരിക്കും വൂണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യം ഈ ഒരു സമയം ഹീൽ ചെയ്യുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, നിങ്ങൾക്ക് ഏകാന്തതയും ഒറ്റപ്പെടലും ഒക്കെ ഉണ്ടായിരുന്ന ആൾക്കാർക്ക് അത് അവസാനിക്കുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ ഒറ്റപ്പെട്ടു പോയി, എനിക്ക് ആരുമില്ല എന്ന് കേൾക്കുന്ന ആൾക്കാർ അതൊക്കെ മാറിയിട്ട് ഇപ്പം നിങ്ങളുടെ കൂടെ ആരൊക്കെയോ ഉണ്ട് എന്നുള്ളൊരു തോന്നലുണ്ട്. ഗുഡ് ന്യൂസ് കേൾക്കാം. ആ ഗുഡ് ന്യൂസിനെ കുറിച്ച് നിങ്ങൾക്ക് സെലിബ്രേറ്റ് ചെയ്യാമെന്ന് കാണുന്നുണ്ട്. ഒരു റീയൂണിയൻ എനർജിയും വരുന്നുണ്ട്. നിങ്ങളിൽ നിന്ന് വിട്ടുപോയ ആൾക്കാർ തിരിച്ച് നിങ്ങളിലേക്ക് വരുന്നു. പിന്നെ ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ ചേർന്നിട്ടുള്ളൊരു ഗ്യാതറിങ് ഉണ്ടാകുന്നു എന്ന് കാണുന്നുണ്ട്. പിന്നെ മാത്രമല്ല, ചില ആൾക്കാർക്ക് ഒരു സ്പിരിച്വൽ കമ്മ്യൂണിറ്റിയിലേക്ക് നിങ്ങൾ ചേരുന്ന ഒരു എനർജിയും കൂടെ ഉണ്ട്. അപ്പം ഒറ്റയ്ക്കാണ് എന്ന് നിങ്ങൾ ചിന്തിക്കരുത് എന്നുള്ളതാണ്. ഒറ്റയ്ക്കല്ല, നിങ്ങളുടെ എനർജി വേറെ ആൾക്കാരുമായിട്ട്, നിങ്ങളുടെ തന്നെ കുറേ ആൾക്കാരുമായിട്ട് കണക്റ്റ് ആകുന്നുണ്ട് എന്നാണ് കാണുന്നത്. അടുത്ത് വന്നിട്ടുള്ളത് ഹാങ്ഡ് മാൻ ആണ്. ഇതിൽ ഈ സ്റ്റക്കായി നിന്ന ആ ഒരു എനർജിയിൽ നിന്നും നിങ്ങൾ ഒന്ന് മൂവ് ചെയ്യുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഇത് നിങ്ങളെ ഇങ്ങനെ പോസ് ചെയ്ത് നിർത്തിയിട്ടുണ്ടായിരിക്കാം കുറേ കാലം, ഒരു അനക്കവും ഇല്ലാതെ. അത് നിങ്ങളെപ്പോഴും വിചാരിക്കുന്നുണ്ടായിരിക്കാം നിങ്ങൾക്കൊരു ശിക്ഷയാണ്, നിങ്ങൾക്ക് എന്തോ ഒരു പണിഷ്മെൻ്റ് ആണെന്ന്. അങ്ങനെയല്ല. അത് ഈ ഡിലേ വരുന്ന പല കാര്യങ്ങളും നമുക്കുള്ള ഒരു നന്മയാണെന്ന് മനസ്സിലാക്കുക. നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നമുക്ക് ചിലപ്പോൾ അത് ഡിലേ വരും. അല്ലെങ്കിൽ നമുക്ക് ഇതിനേക്കാളും നല്ല കാര്യം ദൈവം വെച്ചിട്ടുണ്ടെങ്കിൽ അതിനും ഈ ഒരു കാര്യത്തിന് ഡിലേ ഉണ്ടാക്കും. അപ്പം അങ്ങനെയാണ് ഈ ഒരു ഡിലേ വന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളെ ഇപ്പോൾ ദൈവമായിട്ട് ചില കാര്യങ്ങൾ തടസ്സപ്പെടുത്തിയിട്ടുണ്ടായിരിക്കാം. അത് പോകണ്ട, അത് ചെയ്യണ്ട, ഈ കാര്യം നടക്കണ്ട എന്ന് ദൈവത്തിന്റെ തീരുമാനമാണ്. കാരണം ദൈവം നല്ല ഗിഫ്റ്റ് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് വെച്ചിട്ടുള്ളത് കൊണ്ട് മാത്രമാണ് ഈ ഒരു കാര്യത്തിന് ഡിലേ വന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ ഹാങ്ഡ് മാൻ എന്ന് പറയുന്നത് ഒരു
പുതിയ പെർസ്പെക്റ്റീവിലൂടെ നിങ്ങൾ കാര്യങ്ങളെ കാണാൻ ശ്രമിക്കുന്നു എന്നാണ് കാണുന്നത്. ഇതിൽ കുറേ ആൾക്കാർ ചിലപ്പോൾ ചില കാര്യങ്ങളിൽ അല്ലെങ്കിൽ ചില സിറ്റുവേഷനിൽ സ്റ്റക്കായി നിന്ന് പോയിട്ടുണ്ടായിരിക്കാം. ആൻസർ കിട്ടാത്ത ഒരു ചോദ്യങ്ങൾക്കും ഉത്തരം ഇല്ലാതെ നിങ്ങൾ വളരെ വിഷമിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷേ നിങ്ങൾ എന്തുകൊണ്ടാണ് അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചത് എന്നുള്ളൊരു ഒരു ട്രൂത്ത് ഈ ഒരു സമയം നിങ്ങൾ മനസ്സിലാക്കുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ പലപ്പോഴും വിചാരിക്കും ഞാൻ എന്തിനാണ് എൻ്റെ സമയം അത്രയും വേസ്റ്റ് ചെയ്തതെന്ന്. അപ്പം അങ്ങനെ ചിന്തിക്കരുത്. ഇതൊന്നും വേസ്റ്റ് അല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഈ സമയം നിങ്ങൾ ഇത്രയും സമയം നിന്നത് അല്ലെങ്കിൽ അങ്ങനെ സ്റ്റക്കായി പോയത് വേസ്റ്റ് ആയി പോയത് ആ സമയമല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അടുത്ത് വന്നിട്ടുള്ളത് പേജ് ഓഫ് ഫാൻസിൻ്റെ എനർജിയാണ്. പുതിയ ഒരു അവസരം നിങ്ങളിലേക്ക് വരുന്നു എന്ന് കാണുന്നുണ്ട്. ഏതോ ഒരു ആളിൽ നിന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മെസ്സേജ് വരുന്നു എന്ന് കാണുന്നുണ്ട്. അത് ചിലപ്പോൾ ഇമെയിൽ വരുന്നതായിരിക്കാം, ജോലി കാത്തിരുന്ന ആൾക്കാർക്ക് ഒരു ഇമെയിൽ വരുന്നതായിരിക്കാം. പിന്നെ ഒരു ഡിവൈൻ കോളിംഗ് എന്ന് പറയും പോലെ, ദൈവം നിങ്ങളെ വിളിക്കുന്നത് പോലെ അല്ലെങ്കിൽ ദൈവം നിങ്ങൾക്കൊരു മെസ്സേജ് തരുന്ന പോലെയൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. ഇതിൽ നിങ്ങളുടെ പാഷനെ തിരിച്ചറിഞ്ഞ് നിങ്ങൾ മുന്നോട്ട് പോകേണ്ട ഒരു സമയം കൂടിയാണ്. ഇപ്പോൾ ഇതിൽ ഓഫർ വരുന്നുണ്ട് കേട്ടോ. കുറേ ആൾക്കാർക്ക് ഇപ്പോൾ ജോലി ഇല്ല എന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാർക്ക് ജോലിയുടെ ഒരു ഓഫറോ അല്ലെങ്കിൽ അത് എവിടെയൊക്കെയോ അത് സംഭവിക്കാൻ പോകണുണ്ട്. അതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എവിടെയൊക്കെയോ നടക്കുന്നുണ്ട്. നിങ്ങൾക്കുള്ള എന്തോ ഒരു കാര്യത്തിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് ഈ യൂണിവേഴ്സിൽ തന്നെ നടക്കുന്നു എന്നാണ് കാണുന്നത്. അത് നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ്. ഇതിൽ കുറേ ആൾക്കാർക്ക് മാനിഫെസ്റ്റ് ചെയ്തിരുന്ന കാര്യം അത് ഈ ഒരു സമയം സംഭവിക്കുന്നു എന്നാണ് കാണുന്നത്. അപ്പം അത് പേടിച്ചിരുന്ന ആൾക്കാർ ചില കാര്യങ്ങൾ വരും എന്ന് വിചാരിച്ച് ഭയപ്പെട്ടിരുന്നിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അത് ഈ ഒരു സമയം സംഭവിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. അത് ഗുഡ് ന്യൂസാണ്, ഒരിക്കലും നെഗറ്റീവായിട്ടുള്ളൊരു കാര്യമല്ല. ചിലപ്പോൾ സഡൻലി നിങ്ങൾ ആരെങ്കിലും കോൺടാക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. ഒരു നിമിഷം ചിലപ്പോൾ അവർ കുറേ ആലോചിച്ച് ചിലപ്പോൾ അവർക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റില്ല, ഒരു കമ്മ്യൂണിക്കേഷൻ വരില്ല. പക്ഷെ പെട്ടെന്ന് ഒരു നിമിഷം കൊണ്ട് നിങ്ങളെ കോൺടാക്ട് ചെയ്യാനുള്ള സാധ്യത ഉണ്ടെന്നാണ് കാണുന്നത്. പിന്നെ നൈറ്റ് ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. ഇത് ഒരു പെട്ടെന്ന് നിങ്ങൾ വിചാരിക്കാത്ത ഒരു സ്ഥലത്ത് നിന്ന് വിചാരിക്കാത്തൊരു സഹായം എത്താനുള്ള സാഹചര്യമാണ് കേട്ടോ. നിങ്ങൾ ചിലപ്പോൾ പ്രതീക്ഷിക്കൂല ഈ ഒരു സ്ഥലത്ത് നിന്ന് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കാര്യം കിട്ടുമെന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കൂല. പക്ഷെ അങ്ങനെയുള്ളൊരു സ്ഥലത്ത് നിന്ന് അങ്ങനെ ഒരു കാര്യം കിട്ടുന്നു എന്നാണ് കാണുന്നത്. പെട്ടെന്നുള്ളൊരു കമ്മ്യൂണിക്കേഷനാണ്. ഈ പേജ് ഓഫ് ഫാൻസും നൈറ്റ് ഓഫ് സോഡ്സും ഇത് ഏസ് ഓഫ് ഫാൻസും വന്നിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്നൊരു കമ്മ്യൂണിക്കേഷൻ വരും എന്നാണ് കാണുന്നത്. ഒരു ഡ്രമാറ്റിക് ചേഞ്ച് എന്നൊക്കെ പോലെയുള്ള പറയുന്ന പെട്ടെന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു ചേഞ്ച് വരും. ചില സത്യങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങളായിരിക്കും. അത് നിങ്ങൾ ഇങ്ങനെ ഒരു കാര്യമൊന്നും നിങ്ങൾ വിശ്വസിക്കാൻ പറ്റില്ല. അവിടെ അങ്ങനത്തെ ഒരു സത്യം ചിലപ്പോൾ റിവീൽ ചെയ്യുമെന്ന് കാണുന്നുണ്ട്. പിന്നെ ഈ കൺഫ്യൂഷനെ കട്ട് ചെയ്യാനുള്ളൊരു സമയം കൂടിയാണ്. നമുക്ക് പല കാര്യങ്ങളും ക്ലാരിറ്റി വരും. ഇതിങ്ങനെയാണ് സംഭവിച്ചത്, ഇത് പാസ്റ്റിൽ ഇങ്ങനെ ആയിരുന്നു, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ ഇത് ഇങ്ങനെ ആയിരുന്നു, ജോലി സ്ഥലത്ത് ഇത് ഇങ്ങനെയായിരുന്നു. കൺഫ്യൂഷൻ ഉണ്ടായിരുന്ന കാര്യങ്ങൾക്ക് ക്ലാരിറ്റി വരും എന്നാണ് കാണുന്നത്. അപ്പോൾ പെട്ടെന്നൊരു റിയലൈസേഷനാണ്, ഇതിങ്ങനെ ആയിരുന്നോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു സാഹചര്യം വരും എന്നാണ് കാണുന്നത്. പിന്നെ ഒരു അനങ്ങാൻ പറ്റാതിരുന്ന ഒരു സ്ഥലത്തു നിന്നും പെട്ടെന്ന് നിങ്ങൾക്കൊരു ചേഞ്ചാണ് കാണുന്നത്. പിന്നെ ഏസ് ഓഫ് ഫാൻസിൻ്റെ എനർജിയാണ് കാണുന്നത്. അപ്പോൾ ഇത് അതും പുതിയ തുടക്കമാണ്. ഈ നൈറ്റ് ഓഫ് സോഡ്സും പേജ് ഓഫ് ഫാൻസും ഒക്കെ പുതിയ തുടക്കമാണ്. പുതിയ എന്തോ ഒരു കാര്യം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് കാണുന്നത്. അത് ചിലപ്പോൾ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ് വർക്കാകുന്നതായിരിക്കാം. നിങ്ങൾ കുറേ കാലം കൊണ്ട് ആലോചിച്ച പ്രാർത്ഥിച്ച അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതായിരിക്കാം. പിന്നെ നിങ്ങളുടെ പാഷൻ നിങ്ങൾ അടക്കി വെച്ചിരുന്ന മറ്റുള്ള ആൾക്കാർ നിങ്ങളെ സപ്രസ് ചെയ്ത് വെച്ചിട്ട് നിങ്ങളെ ബൗണ്ടറിയൊക്കെ സെറ്റ് ചെയ്ത് അവരൊരു കൂടുണ്ടാക്കി നിങ്ങൾ ആ കൂടിനകത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പല കാര്യങ്ങളും നിങ്ങളുടെ പാഷൻ എന്ന് പറയുന്നത് പുറത്തെടുക്കാനേ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾക്കത് പുറത്തെടുക്കാനുള്ള ഒരു അനുഗ്രഹം കിട്ടുന്നു എന്നാണ് കാണുന്നത്. ഒരു ഡിവൈൻ ബ്ലെസ്സിങ് ആണ് കേട്ടോ. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കുന്നൊരു എനർജിയാണ് ഇതിനകത്ത് കാണുന്നത്. പിന്നെ നിങ്ങളുടെ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു സമയം ആക്റ്റീവ് ആകുന്നു. ചിലപ്പോൾ കുറേ കാലം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുകയോ മെഡിറ്റേറ്റ് ചെയ്യുകയോ ഒന്നും ചെയ്യാതെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ബ്ലോക്ക് ആയിരുന്നിട്ടുണ്ടായിരിക്കാം. ഈ ഹാങ്കഡ്മാനും അങ്ങനെയാണ്. അത് നിങ്ങളെ ചിലപ്പോൾ ഏതെങ്കിലും ആൾക്കാരിങ്ങനെ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. നിങ്ങൾ ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്ത വണ്ണം നിങ്ങളെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ബ്ലോക്കൊക്കെ മാറി. അത് ഇത് കണ്ടല്ലോ, ഇതൊരു ഏസ് ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്, നൈറ്റ് ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. അപ്പോൾ അത് ഒരു കട്ട് ചെയ്യുന്നതാണ്. പേജ് ഫാൻസും ഇതൊക്കെ
നിങ്ങൾക്കൊരു പുതിയ തുടക്കം, ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നിന്നും നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്ത് ആ ഒരു കോഡ് കട്ട് ചെയ്ത് മാറ്റി നിങ്ങൾ പുതിയ ഒരാളാകുന്നു, അല്ലെങ്കിൽ പുതിയ സാഹചര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് കാണുന്നത്. പിന്നെ കുറേ ആൾക്കാർക്ക് നിങ്ങളുടെ ലൈഫ് പർപ്പസ് എന്താണെന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് പറ്റും. വളരെ കൺഫ്യൂസ്ഡ് ആയിരുന്നിട്ടുണ്ടായിരിക്കാം എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്, അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകും എന്നാണ് കാണുന്നത്. കുറേ ആൾക്കാർക്ക് ഇതൊരു പുതിയ റിലേഷൻഷിപ്പ് ഒരു തുടങ്ങുന്ന ഒരു എനർജിയും കാണുന്നുണ്ട്. പിന്നെ ഇതിൽ ട്രിക്കറിയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ഒരു നിങ്ങളുടെ കൂടെയുള്ള ആരോ ഒരു മാസ്ക് ഇട്ട ആരോ, അതായത് ഒരു വേറെ മുഖം കാണിക്കുന്ന ആരോ, നിങ്ങളുടെ മുന്നിലൊരു മുഖം, നിങ്ങളുടെ പിറകിൽ വേറൊരു മുഖം, നിങ്ങളെ കാണുന്ന സമയത്ത് അവർ വളരെ നല്ലതുപോലെ ഒരു കൂട്ടായിരുന്നിട്ട് നിങ്ങളെ കാണാത്ത സമയത്ത് വേറെ ഒരു സ്വഭാവം കാണിക്കുന്ന ആൾക്കാർ, ഒരു ട്രിക്ക് കാണിക്കുന്ന ആൾക്കാരെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു എന്നാണ് കാണുന്നത്. നിങ്ങളുടെ ചുറ്റും കുറേ ആൾക്കാർ, ഒരു ഫേക്ക് എനർജി ഉള്ള ആൾക്കാർ, അതായത് മാസ്ക് വെച്ച കുറേ ആൾക്കാരുണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയുന്ന ഒരു സമയം കൂടിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കുറേ സത്യങ്ങൾ തിരിച്ചറിയുമ്പോൾ നമ്മൾ ഈ മറ്റുള്ളവരെ പ്ലീസ് ചെയ്യുന്ന ഒരു സ്വഭാവം നിങ്ങൾ മാറ്റണം എന്നാണ് കാണുന്നത് കേട്ടോ. നിങ്ങളത് മനസ്സിലാക്കുക. നമ്മൾ മറ്റുള്ളവരെ സന്തോഷിപ്പിച്ചിട്ട് ഒരു കാര്യമില്ല. നമ്മൾ വെറുതെ മറ്റുള്ളവർക്ക് എന്ത് വിചാരിക്കും എന്ന് വിചാരിച്ച് ഈ അങ്ങനെ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കും, പ്ലീസ് ചെയ്യും. അപ്പം അത് ചെയ്യണ്ട എന്നാണ്. ഇനി നിങ്ങൾ സത്യം മാത്രം പറയാൻ ശ്രമിക്കുക. അല്ല അപ്രിയ സത്യമാണെങ്കിൽ മറ്റൊരാളുടെ മുഖത്ത് നോക്കി അത് പറയണ്ടെങ്കിൽ പറയാതിരിക്കുക, മിണ്ടാതിരിക്കുക. പക്ഷേ ഈ പ്ലീസിങ് നിങ്ങൾ വേണ്ട എന്നാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇങ്ങനെ ബ്ലൈൻഡായിട്ട് ട്രസ്റ്റ് ചെയ്യരുത്, നിങ്ങളുടെ ഇൻഡ്യൂഷനെ ഇഗ്നോർ ചെയ്യരുത്. ഇപ്പം നമ്മളുടെ ചുറ്റുമുള്ള ആൾക്കാരും നമ്മളുടെ ചുറ്റുമുള്ള പല കാര്യങ്ങളും ഫേക്കാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയയിൽ ചെയ്യുന്ന കുറേ കാര്യങ്ങൾ, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് ഉള്ള കുറേ ആൾക്കാരുടെ എനർജി ഇതിനകത്ത് കാണുന്നുണ്ട്. അപ്പോൾ അത് ഫേക്ക് ഏതാണ് എന്ന് ആദ്യം മനസ്സിലാക്കുക, നല്ലത് ഏതാണെന്ന് മനസ്സിലാക്കുക. ജെന്യുവൻ ആയിട്ടുള്ള കാര്യങ്ങളിൽ മാത്രം നിങ്ങൾ ഇൻട്രസ്റ്റ് കാണിക്കുക, അല്ലെങ്കിൽ അതിൽ കൂടെ നിൽക്കുക. അല്ലാത്ത കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഓരോന്ന് കണ്ടിട്ട് അതിൻ്റെ പിറകെ പോകരുത്. അത് നിങ്ങൾക്ക് ഒരു അത് ട്രിക്കറിയാണ്. അപ്പം നിങ്ങളോട് പറയുന്ന കാര്യങ്ങൾ ഒന്നും ആയിരിക്കില്ല നിങ്ങൾ അതിലേക്ക് ചെല്ലുമ്പോൾ. അപ്പം അത് ചില ആൾക്കാർക്ക് ഇതൊരു ഗ്രൂപ്പിലേക്ക് ചെല്ലുമ്പോൾ ഒരു എനർജി കൂടെ ഉണ്ട്. അപ്പം എല്ലാം ശ്രദ്ധിച്ച് സൂക്ഷിച്ച് മാത്രം നിങ്ങൾ ഓരോ കാൽവയ്പ് മുന്നോട്ട് പോകുക. അല്ലാതെ നമ്മൾ ഇപ്പോൾ പല കാര്യങ്ങളും പരസ്യത്തിന് വേണ്ടിയിട്ട് പലരും പല കാര്യങ്ങളും പറയും. അതൊക്കെ നമ്മൾ ശരിയാണെന്ന് വിശ്വസിച്ച് അതിൻ്റെ പിറകെ പോകാതിരിക്കുക. നമ്മൾ കുറച്ച് സത്യം മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഓരോ കാര്യത്തിലും നമ്മൾ, പ്രത്യേകിച്ച് ഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യത്തിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിൽ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ബ്ലൈൻഡായിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് മനസ്സിലാക്കുക. പെർഫെക്ഷനാണ് ഇത്. നമ്മൾ ഈ പെർഫെക്റ്റ് ആകണമെന്ന് ചിന്തിക്കുന്ന ആൾക്കാരുടെ എനർജിയാണ്. അപ്പം എങ്ങനെ എനിക്ക് കൂടുതൽ പെർഫെക്റ്റ് ആക്കാം? ഈ പെർഫെക്ഷൻ എന്ന് പറയുന്നത് ഓരോരുത്തരുടെ കണ്ണിലാണ്. അപ്പം നിങ്ങൾ നോക്കുമ്പം വേറൊരാൾ പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് തോന്നിയേക്കാം. പക്ഷേ ആ ആള് യഥാർത്ഥത്തിൽ അത്ര പെർഫെക്റ്റ് ആയിരിക്കില്ല. നിങ്ങളുടെ കണ്ണിൽ മാത്രമാണ് ആ പെർഫെക്ഷൻ ഉള്ളത്. അതിൻ്റെ പിറകെ നിങ്ങൾ പോയി നമ്മളുടെ ഐഡന്റിറ്റി നഷ്ടപ്പെടുത്താതിരിക്കുക. ഈ പെർഫെക്റ്റ് ആകണം, നമ്മൾ എന്ത് ചെയ്താലും അത് പെർഫെക്റ്റ് ആകണം എന്ന് വിചാരിക്കുന്ന ആൾക്കാർക്ക് അതൊരു എന്താണ്, ഒരു അസുഖം പോലെയാണ് പെർഫെക്ഷനിസം എന്ന് പറയുന്നത്. എല്ലാം എനിക്ക് കൃത്യമായിരിക്കണം. അപ്പം നമ്മളിലും പെർഫെക്ഷനിസം കാണും, മറ്റുള്ളവരിലും അത് കാണും. ഇത് രണ്ടും കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കും. അപ്പോൾ നമ്മൾ എങ്ങനെ ആയിരിക്കുന്നോ നമുക്ക് ബെറ്റർ ആകാൻ ശ്രമിക്കാം. ഓരോ നിമിഷവും ഓരോ മണിക്കൂറും ഓരോ ദിവസവും നമ്മൾ കുറച്ചുകൂടി ബെറ്റർ ആകണം. നമ്മൾക്ക് ഇപ്പോൾ ഉള്ള കുറേ കാര്യങ്ങൾ എന്താണോ അത് മോശമാണെന്നുണ്ടെങ്കിൽ അത് കുറച്ച് ചേഞ്ച് വരുത്തി നമ്മളുടെ മനസാക്ഷിക്ക് അനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. അല്ലാതെ മറ്റൊരാളിനെ കണ്ട് നമ്മൾ പെർഫെക്റ്റ് ആയിരിക്കണം, അതാണ് പെർഫെക്ഷൻ, അങ്ങനെയൊന്നും ചിന്തിക്കാതിരിക്കുക. ഇതിൽ അതുകൊണ്ട് ഈ പെർഫെക്ഷനിസം കൂടുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുമെന്നറിയാമോ? സെൽഫ് ക്രിറ്റിസിസം കൂടുതലായിരിക്കും. അങ്ങനെയല്ല, അങ്ങനെ ശരിയല്ല, ഇങ്ങനെ ശരിയല്ല. എപ്പോഴും നമ്മൾ പറയണ വാക്ക് ശരിയല്ല എന്നുള്ളതായിരിക്കും. ഇത് ശരിയല്ല, അത് ശരിയല്ല, ഞാൻ ശരിയല്ല, ഞാൻ ചെയ്തത് ശരിയല്ല. എന്തിനാണ് അങ്ങനെ? നമ്മളായിട്ടിരിക്കാൻ ശ്രമിക്കാം. നമുക്ക് കുറ്റങ്ങളും കുറവുകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്. അതോടുകൂടി എല്ലാ കാര്യങ്ങളോടും കൂടിയുള്ള നമ്മളാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അത് മനസ്സിലാക്കുക.
നമ്മളുടെ ബോഡി ആട്ടെ, നമ്മൾ മറ്റുള്ളവരെ കമ്പയർ ചെയ്തു, അത് ശരിയല്ല, ഇങ്ങനെയാണ് വേണ്ടത്, അങ്ങനെയൊന്നുമല്ല. ദൈവം നമ്മളെ അങ്ങനെ സൃഷ്ടിച്ചെങ്കിൽ അതിനെന്തെങ്കിലും അതിന്റെ പിറകിലൊരു കാര്യം ഉണ്ടാവുമല്ലോ. അല്ലെങ്കിൽ പിന്നെ എല്ലാവരെയും ഒരു അച്ചിൽ വാർത്തെടുത്താൽ പോരെ? അങ്ങനെയല്ലല്ലോ ദൈവം ചെയ്തത്. അപ്പോൾ ഓരോരുത്തരും യുണീക്കാണെന്ന് മനസ്സിലാക്കുക. അത് ദൈവം അങ്ങനെ യുണീക്കായിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓരോരുത്തരും ഓരോ ഷേപ്പിലൊക്കെ ഉണ്ടാക്കിയത്. അപ്പം ഇതില് ചിലപ്പോൾ നമ്മൾ മറ്റുള്ളവരെ കണ്ടിട്ട് നമ്മളത് അങ്ങനെ അല്ലല്ലോ, എനിക്ക് പെർഫെക്റ്റ് ആകാൻ പറ്റുന്നില്ലല്ലോ, അവരെ പോലെ ആകാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാർ, നമ്മൾ എന്നെ ഇനഫാണെന്ന് ചിന്തിക്കുക. എനിക്ക് ഇനഫാണ്, പിന്നെ മറ്റുള്ളവരുടെ കാര്യമൊന്നും നമ്മൾ ചിന്തിക്കണ്ട. പക്ഷേ നമുക്ക് ബെറ്റർ ആക്കാം. അപ്പം കുറച്ച് വെയിറ്റ് കൂടിയിട്ടുണ്ട് എന്ന് തോന്നിയാൽ നമ്മളുടെ ഹെൽത്തിന് വേണ്ടിയിട്ട് നമുക്ക് എക്സർസൈസ് ചെയ്യാം. ഇപ്പൊ ബോഡിയൊക്കെ ഫിറ്റ് ആക്കി വെക്കുന്നത് നല്ലതാണ്. അതൊക്കെ നമുക്കൊരു കോൺഫിഡൻസ് കൂടും. അതൊക്കെ ഓക്കെയാണ്. പക്ഷെ നമ്മളെ അപ്പാടെ മാറ്റിമറിക്കാൻ ശ്രമിക്കാതിരിക്കുക, നമ്മളുടെ സ്വത്തും നഷ്ടപ്പെടുത്താതിരിക്കുക. പിന്നെ ഇതില് ഇപ്പൊ ഇനി എങ്ങനെയുള്ള ആൾക്കാരും നമുക്ക് നമ്മളുടേതായ വർത്തുണ്ട്, അത് മനസ്സിലാക്കുക. നമ്മുടെ സെൽഫ് വർത്ത് കളയുന്ന ഒരു കാര്യം ചെയ്യാതിരിക്കുക. നമ്മൾക്ക് ഈ കൂടുതൽ ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ നമ്മളുടെ സെൽഫ് വർത്തൊക്കെ നഷ്ടപ്പെട്ടു പോകും. അത് എപ്പോഴും ശ്രദ്ധിക്കുക. ഇതില് പെർഫെക്റ്റ് ആകണ്ട കേട്ടോ. പെർഫെക്ഷനിസം അത്ര നല്ലൊരു കാര്യമല്ല എന്ന് മനസ്സിലാക്കുക. നമ്മൾ ആധുനികമായിരിക്കുക, അത് മതി, അതിൻ്റെ ആവശ്യമേ ഉള്ളൂ എന്ന് ചിന്തിക്കുക. പിന്നെ ബോട്ടം ഡക്ക് വന്നിട്ടുള്ളത് പ്രെയറാണ്. അപ്പോൾ ഇതില് നിങ്ങളുടെ പ്രെയർ കേട്ടിട്ടുണ്ടെന്നാണ്, ദൈവം കേട്ടിട്ടുണ്ട് നിങ്ങളുടെ പ്രെയർ. കാരണം നിങ്ങൾക്ക് ആൾറെഡി ഒരു നല്ല പ്രൊട്ടക്ഷൻ ഉണ്ട്. ദൈവം നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ആൻസസ്റ്റേഴ്സും നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡ്സും ഒക്കെ നിങ്ങളുടെ ചുറ്റുമുണ്ട്. അവരൊക്കെ നിങ്ങൾ പറയുന്നതും നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ വേദനയും ഒക്കെ കാണുന്നുണ്ട്. അപ്പം പക്ഷെ നിങ്ങൾക്ക് വേണ്ടത് എന്താണ്? നിങ്ങൾ സറണ്ടർ ചെയ്ത് കൊടുക്കാൻ പഠിക്കുക. നമുക്ക് ഏറ്റവും ആവശ്യം സറണ്ടറിങ് ആണ്. സറണ്ടർ ചെയ്ത് കൊടുക്കാൻ പഠിക്കുക. പിന്നെ മിറക്കിൾസ് വരും എന്ന് പറയൂലേ, അതൊക്കെ വരും. അത് നമ്മുടെ പ്രയറിന്റെ ഫലമായിട്ടാണ് ആ മിറക്കിൾസ് വരുന്നത്. മിറക്കിൾസ് വന്നോളും. അതിനു വേണ്ടിയിട്ട് പക്ഷെ കാത്തിരിക്കട്ടെ, ഗ്രൗണ്ടഡ് ആയിട്ട് ഇരുന്നാൽ മാത്രം മതി. ഇതിൽ നിങ്ങൾ പ്രാർത്ഥിച്ച കുറേ കാര്യങ്ങൾ അത് മാനിഫെസ്റ്റ് ആകാൻ പോകുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഇമോഷണലി നിങ്ങൾ ഡൗൺ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഹീൽ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾ കരഞ്ഞതും നിങ്ങൾ വേദനിച്ചതും നിങ്ങൾ വിഷമിച്ചതും നിങ്ങളെ അവഗണിച്ചതും നിങ്ങളെ ചീറ്റ് ചെയ്തതും ഒക്കെ ദൈവം കണ്ടിട്ടുണ്ട് എന്നാണ് ഈ ഒരു സമയം ഈ കാർഡ്സ് പറയുന്നത്. അപ്പോൾ അതും കൂടി മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങളുടെ കൺഫ്യൂഷനൊക്കെ മാറിയിട്ട് നിങ്ങൾക്കൊരു നല്ല എനർജി വരുന്നു എന്നുള്ളതാണ്. കാരണം നിങ്ങൾക്ക് ഒരു അവേക്കണിങ് സ്റ്റേറ്റിലോട്ട് പോകുന്നുണ്ട്. ഈ കാണുന്ന ഒത്തിരി ആൾക്കാർ, എനിക്ക് തോന്നുന്നു എല്ലാ ആൾക്കാരും തന്നെ അത്രയും ഹൈലി സ്പിരിച്വൽ ആയിട്ടുള്ള ആൾക്കാരാണ്. അതുകൊണ്ടാണ് കുറേയധികം പ്രശ്നങ്ങളും ഒക്കെ അവർക്ക് കൊടുക്കുന്നത് ഈ സ്പിരിച്വൽ ആകുന്ന ആൾക്കാർക്കാണ്. കാരണം അങ്ങനെ കുറേ വലിയ പ്രശ്നങ്ങളുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ സത്യം തിരക്കി പോവുള്ളൂ. അതും കൂടി മനസ്സിലാക്കുക. നമുക്കിനി കാർഡ്സ് എടുക്കാം. നോക്കാം, ആനിമൽ ഉറപ്പില്ലാത്ത കാർഡ്സ് എടുത്ത് നോക്കാം. ഈഗിളാണ്. അപ്പോൾ ഈഗിളെന്ന് പറയുന്നത് അറിയാമല്ലോ. ഈഗിള് ലക്ഷ്യത്തിലേക്ക് ശരിക്കും ഫോക്കസ്ഡ് ആയ ഒരു പക്ഷിയാണ് ഈഗിൾ. സാധാരണ പക്ഷിയല്ല ഇത്. ഒരു വളരെ ഉയരത്തിൽ നിന്നും താഴെ നോക്കി അത്രയും ഒരു ഹയർ പെർസ്പെക്റ്റീവിലൂടെ കാര്യങ്ങൾ കാണാൻ നിങ്ങൾ ശ്രമിക്കണം എന്നുള്ളതാണ് ഈ ഒരു ഈഗിൾ ഇവിടെ വന്നത്. പിന്നെ നമ്മൾ സോൾ അവേക്കൺ ചെയ്യുന്നു. അത് മാത്രമല്ല ഇതിപ്പം ഇത് സത്യത്തിലേക്ക്, അതായത് ലൈറ്റിലേക്ക് വന്നുകൊണ്ടേ ഇരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ അതുകൊണ്ട് ഈ യൂണിവേഴ്സൽ സയൻസ് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടേ ഇരിക്കുന്നുണ്ടായിരിക്കാം ഈ ഒരു സമയം. ഇൻഡ്യൂഷൻ ഒരു ഷാർപ്പാകുന്ന ഒരു സമയമാണ്. സത്യം എന്താണെന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ ഇതിൽ ലോ വൈബ്രേഷനിൽ ജീവിക്കാൻ പറ്റുന്നൊരു ജീവിയല്ല ഈഗിൾ. അത്രയും ഹയർ വൈബ്രേഷനിൽ ജീവിക്കുന്ന ഒരു ജീവിയാണ് ഈഗിൾ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്താണ്
നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കൂട്ടുകെട്ടുകളോ ഫേക്ക് ആയിട്ടുള്ള ആൾക്കാർ നിങ്ങളുടെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും. ഇതിനകത്ത് ട്രിക്കറി ആൾറെഡി വന്നിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ ചുറ്റും കുറേ ഫേക്ക് പീപ്പിൾ ഉണ്ട് എന്നാണ് കാണുന്നത്. പക്ഷെ അത് തിരിച്ചറിയാൻ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് പറ്റും എന്നാണ് കാണുന്നത്. പിന്നെ ഇൻഡിപെൻഡൻ്റ് ആകും. നമ്മൾ ഒരു ഡിപ്പെൻഡൻ്റ് എനർജിയിൽ നിന്നും ഇൻഡിപെൻഡൻ്റ് ആകും. നമുക്ക് ആരും വേണ്ട, ചാരാൻ ഒരു തോള് വേണ്ട എന്നൊരു ചിന്ത വരും. എനിക്ക് ഞാൻ തന്നെ ഇനഫാണ്, എന്തിനാണ് മറ്റൊരാള്, അങ്ങനെ ചിന്തിക്കും. ഇതില് ഇനിയും നിങ്ങളുടെ സോള് ഒരു ഇൻഡ്യൂഷൻ, സോളിന്റെ ഇൻഡ്യൂഷൻ സ്ട്രോങ് ആവും എന്നാണ് കാണുന്നത്. അപ്പം ഇത് രണ്ടും കൂടെ ചേർത്ത് വയ്ക്കുമ്പം മറ്റുള്ളവരുടെ മാസ്ക് എടുത്തു കളയാൻ നിങ്ങൾക്ക് പറ്റും. കാരണം നിങ്ങൾ ഈ ഉയരെന്നാണ് ഓരോ കാര്യങ്ങളും കാണാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അത് തന്നെ ഒരു വളരെ വലിയൊരു കാര്യമാണ്. യൂണിക്കോണാണ്. യൂണിക്കോണിന് ഒറ്റ കൊമ്പേ ഉള്ളൂ. ഇതൊരു കുതിരയാണ്, പക്ഷെ ഒറ്റ കൊമ്പുള്ള കുതിരയാണിത്. അപ്പോൾ അതിനൊരു അപൂർവതയുണ്ട് എന്നുള്ളതാണ്. അതിനൊരു ശക്തിയുണ്ട്, ഒരു ദിവ്യമായൊരു ശക്തിയുണ്ട്, ഒരു പ്യൂരിറ്റി ഉണ്ട്. അപ്പൊ അത്ഭുത ശക്തിയുള്ള ഒരു ജീവിയാണ് ഈ യൂണിക്കോൺ. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഒരു സൈക്കിക് ഇൻഡ്യൂഷൻ കൂടുന്നു. ഇതിൽ തേടയിൽ നിന്നാണ് ഈ ഒരു കൊമ്പ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിന് ആൾറെഡി ഇതൊക്കെ ഉണ്ടെങ്കിലും പക്ഷെ ഈ യൂണിക്കോണിന്റെ കൊമ്പ് വന്നിട്ടുള്ളത് ഈ തേടയിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് നിങ്ങളുടെ സൈക്കിക് ഇൻഡ്യൂഷൻ കൂടുന്നൊരു സമയമാണ്. സ്പിരിച്വൽ ഈ തേടൈ ഓപ്പൺ ആകുമ്പോഴാണ് സ്പിരിച്വൽ അവേക്കണിങ് സംഭവിക്കുന്നത്. പിന്നെ ഒരു ഷിഫ്റ്റ് ഉണ്ടാകുന്നു നിങ്ങളുടെ ജീവിതത്തിൽ, മാനിഫെസ്റ്റേഷൻ പവർ കൂടുന്നു എന്ന് പറയാം. പിന്നെ ഈ ഫേക്ക് ആയിട്ടുള്ള എനർജിയിൽ നിന്ന് നിങ്ങൾക്ക് മാറി നിൽക്കാൻ പറ്റും. അത് കൂടുതലായിട്ട് തന്നെ അങ്ങനെ തന്നെ കാണുന്നുണ്ട്. ട്രിക്കറി വന്നതുകൊണ്ടും ഈ ഈഗിള് വന്നതുകൊണ്ടും നിങ്ങൾക്ക് ആൾക്കാരുടെ മുഖംമൂടി മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ് കാണുന്നത്. ഇതില് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് സ്പിരിച്വൽ മെസ്സേജസ് ശരിക്കും കണക്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് തന്നെ ഡയറക്റ്റ് ആയിട്ട് സ്പിരിച്വൽ മെസ്സേജസ് കിട്ടും. അത് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും എന്നാണ് കാണുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം വളരെ നല്ലതായിരിക്കും. ഒരു നിങ്ങൾ യൂണിവേഴ്സുമായിട്ടും ഒക്കെ നിങ്ങളുടെ സോളുമായിട്ടും ഡിവൈൻ എനർജിയായിട്ടൊക്കെ ശരിക്കും കണക്റ്റഡ് ആയിട്ടിരിക്കും. ഇന്നത്തെ ദിവസം നിങ്ങൾ മസ്റ്റായിട്ടും ഇത് ചെയ്യണം കേട്ടോ. പ്രെയർ ചെയ്യണം, മെഡിറ്റേറ്റ് ചെയ്യണം, പ്രാണായാമം ചെയ്യണം, ഇതൊക്കെ ചെയ്യണം. നിങ്ങൾക്ക് വളരെ നല്ല അനുഭവങ്ങൾ ഉണ്ടാകും എന്നാണ് കാണുന്നത്. ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ്. അപ്പോൾ ഈ ഒരു ഇതെടുക്കുന്ന സമയത്ത് ചിലപ്പോൾ ഇത് നിങ്ങൾക്ക് കിട്ടുന്ന സമയത്ത് ഞാൻ ചിലപ്പോൾ രാമേശ്വരത്തായിരിക്കാം. അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കും. പറ്റുമെങ്കിൽ ഞാൻ ലൈവ് വരും കേട്ടോ. പറ്റുമെങ്കിൽ ഞാൻ ലൈവ് വരാൻ നോക്കാം. അത് ഏത് സമയമാണെന്നൊന്നും പറയാൻ പറ്റില്ല. ലൈവിനെ കുറിച്ച് എനിക്ക് വളരെ വലിയ കാര്യങ്ങൾ അറിഞ്ഞുകൂടാ. നാളെ ഞാൻ ശ്രമിക്കും ലൈവ് വരാൻ വേണ്ടിയിട്ട്. നോക്കാം. നിങ്ങൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ. രാമേശ്വരത്ത് പോകുന്നുണ്ട്. അപ്പോൾ ഇത് നോക്കാം, നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അവിടെ നിന്ന് നിങ്ങൾക്ക് മെസ്സേജ് കിട്ടും. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ടിരിക്കട്ടെ. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഇന്നത്തെ ദിവസം ഭംഗിയായിട്ട് നടക്കട്ടെ. താങ്ക് യു.